ഞങ്ങളെ തുണ്ടുണ്ടാകൊണ്ട് ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ബേജാറുമില്ല. ഡാൻസ് പഠിപ്പിക്കാൻ നമ്മളെ ഞെതിക്കൂട്ടനോ ഞങ്ങൾ മാസത്തിൽ ഒരിക്കലും മസറ എടുത്ത് ഇങ്ങോട്ട് കൂടും. അല്ലാതെ നമ്മൾ വെറും പണ്ടത്തെ പ്രവാസികളാകാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഒരു മസറ എടുത്ത് നല്ല ആംബിയൻസ് ഉള്ള ഒരു മസറ. മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ തുണ്ടുണ്ടാക്കണം, മന്തി അടിക്കുക, പിന്നെ മൊത്തത്തിലൊന്ന് കളറാക്കുക. അങ്ങനെ ഒരു തലക്ക് നമ്മളെ തുണ്ട് ഫുഡ് റെഡിയാക്കി കൊണ്ടിരിക്കുക. അത് ആകണിന്റെ മുന്നേ തന്നെ അതിന് കാവലിരിക്കുകയാണ് നമ്മളെ അനസും ഇസാക്കും. ഹീറോസ് പിന്നെ പണ്ടേ എങ്ങനെയാണ്. ഞങ്ങൾ പിന്നെ ഒരു പണി എടുക്കൂല, ഓൺലി എന്റർടൈൻമെന്റ്. പിന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടി കുറച്ചേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. തോൽവികളെ ഏറ്റുവാങ്ങാൻ നിദ്ര ലൈഫ് ഇനിയും ബാക്കി. ഇസാക്കൊക്കെ ഫുഡിന് കാവലിരുന്ന അവസാനം ഈ കോലായിക്കണം. പ്രാക്ടീസ് ചെയ്ത ഡാൻസ് ഞങ്ങളൊന്ന് കളിച്ചു നോക്കി. ഈ ഡാൻസ് കണ്ടുപിടിച്ചിരിക്കണ ആസിഫാണെന്നുള്ള കളിയാണ് ഓനൊക്കെ കളിച്ചത്. ഡാൻസ് എന്തോ ആയിക്കോട്ടെ, മയോണീസ് ഇല്ലാതെ ചോറിച്ചിറങ്ങൂല. ഇസാഖ് സ്വന്തം കളിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ലെൻസ് വെച്ച് നോക്കാണ് റാഷി. ഒന്ന് വെള്ളത്തിലിറങ്ങി കയറിയ കൂടുതൽ ഫുഡ് കഴിക്കാന്നാണ് ഞങ്ങളൊരു കൺസെപ്റ്റ്. ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ആസിഫും അഫി ആദ്യേ സ്ഥലം പിടിച്ചിരിക്കും. കാത്തിരിപ്പിനൊടുവിൽ തുണ്ടും അന്ത്യമായി റൂമിന്റെ ഉള്ളിൽ കയറി. എന്തെങ്കിലും ഒരു പണിയെടുക്കണ്ടേന്ന് എഴുതിങ്ങാണ്ടാണ് ബാദുച്ചപ്പ ഈ പാത്രം എടുത്ത് ഇവിടെ വെച്ചത്. പിന്നെ എല്ലാവരും കലാപരിപാടി തുടങ്ങി. ഇതിയൊക്കെ ഫുഡ് റിവ്യൂ അതിന്റെ അടിയിൽ കൂടെ കാച്ചിട്ടുണ്ട്. തുണ്ടുവിനെ ഞാൻ അങ്ങോട്ട് കെട്ടിയാലോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് റാഷി. വായിച്ച് നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ സാധനമൊക്കെ കിട്ടിയ എന്റെ മക്കളെ. നൈസായിട്ട് അഫിയുടെ ഈ ഒരു ചിക്കൻ പീസ് എടുക്കലോടുകൂടി ഫുഡും പരിപാടി ഇവിടെ കഴിഞ്ഞു. പിന്നെ കുറച്ചേരം അവിടെ മുട്ടിത്തിരിഞ്ഞ് പെട്ടിയും കാക്കി എടുത്ത് ഞങ്ങൾ വിട്ട് ബാക്കി പിന്നെ